കൊണ്ടോട്ടി EMEA കോളേജിലെ NSS യൂണിറ്റ് വിദ്യാർത്ഥികൾ മുഖങ്ങളിൽ മനോഹരങ്ങളാക്കി ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ തെളിയുന്നത് സഹജീവി സ്നേഹത്തിന്റെ വർണ്ണങ്ങളാണ്. ചിത്രങ്ങൾ വരച്ച് സ്വരൂപിക്കുന്ന പണം വയനാട് അതിജീവനത്തിനു വേണ്ടിയാണ് ഇവർ മാറ്റിവെക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സീസോൺ കലാമേളയായ കലാമയിലെത്തുന്ന സഹപാഠികളുടെ മുഖത്തും കൈകളിലുമെല്ലാം കുഞ്ഞു കുഞ്ഞു വർണ്ണചിത്രങ്ങൾ വരച്ച് വയനാടിന്റെ അതിജീവനത്തിൽ പങ്കാളികളാവുകയാണ് കൊണ്ടോട്ടി EMEA കോളേജിലെ NSS യൂണിറ്റ് വിദ്യാർത്ഥികൾ. ഫേസ് പെയിന്റ് ഉപയോഗിച്ച് കണ്ണിനു ചുറ്റും മുഖത്തും കൈകളിലുമെല്ലാം കുഞ്ഞു ശലഭങ്ങളും മയിൽപീലികളും കിളികളും വിദ്യാർത്ഥികൾ വരച്ചു നൽകുന്നു. കാരുണ്യത്തിന്റെ വർണ്ണചിത്രങ്ങളിൽ പങ്കാളികളാവാൻ വിവിധ കോളേജുകളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികളും ഇതിനായി തിരക്കുകൂട്ടി. EMEA സ്കൂളിൽ സീസൺ നടക്കുന്ന ഇടയിൽ ഞാൻ അങ്ങനെ പാസ് ചെയ്യുന്നു. അപ്പം ഇവിടുത്തെ NSSന്റെ വോളണ്ടിയേഴ്സ് ഫേസ് പെയിന്റിങ് എടുത്തിരുന്നു. അപ്പം ഞാൻ അപ്പോൾ ഈ ക്യാഷ് എന്തിനാ ചെയ്യണമെന്ന് വെച്ചപ്പോൾ ഒരു ചാരിറ്റിക്കാണ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഈ പൈസ വെച്ചൊരു വീട് നിർമ്മിക്കാനാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇതിൽ ഈ പെയിന്റിലൂടെ ഇത് ചാരിറ്റി ചെയ്യാനപ്പോൾ ഒന്നും കൂടി ഇത് നല്ല ഭംഗിയുള്ള പെയിന്റിങ്സുകൾ ചെയ്തു തന്നു. അടിപൊളിയായി ചെയ്തു. 20 മുതൽ 50 രൂപ വരെയാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നതിന് ഈടാക്കുന്നത്. കലോത്സവം അവസാന ദിനത്തിലേക്ക് എത്തുമ്പോൾ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഇതിനോടകം ചിത്രങ്ങൾ വരച്ചു കഴിഞ്ഞു. വിവിധ ചാലഞ്ചുകളിലൂടെ സ്വരൂപിക്കുന്ന പണത്തിനൊപ്പം ഇതിൽ നിന്നും ലഭിക്കുന്ന പൈസ കൂടി വയനാട്ടിൽ ഒരു വീട് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുമെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. ഫാത്തിമ നജ, വിസ്മയ, ഫിദ ഷെറിൻ, ദിന, നിഹാദ് എന്നിവരാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത്. കോളേജിലെ NSS കോർഡിനേറ്റർമാരായ മുബഷീർ, ജാസിം എന്നീ അധ്യാപകരും പൂർണ്ണ പിന്തുണയുമായി വിദ്യാർത്ഥികൾക്ക് കൂടെയുണ്ട്. ന്യൂസ് 18 മലപ്പുറം.